കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അതിന് യേശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ജ്യേഷ്ഠ അവകാശം എന്ന ഒരു വലിയ പദവിയെ അലക്ഷ്യപ്പെടുത്തിയ ഒരു യേശാവിനെയാണ് കാണുന്നത്. യേശാവ് അന്ന് വിശന്ന് വന്നത് ഉള്ളതാണ്. താൻ വയലിൽ നിന്ന് അധ്വാനിച്ചിട്ട് വേട്ടയാടിയിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ അനുജനായ യാക്കോബ് അവൻ പായസം വെച്ചിട്ടിരുന്ന ചുവന്ന പായസം വെച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇത് കണ്ടപ്പോൾ, ഇതിൻ്റെ മണം വന്നപ്പോൾ ഇവന് ഇത്തുകൂടെ വിശപ്പ് വർദ്ധിച്ചു. അത് ഉള്ളതാണ്. പക്ഷെ അവൻ അന്ന് മരിക്കേണ്ട ഒരു കണ്ടീഷനിലല്ല. പക്ഷെ ആ വിശപ്പ് വന്നു എന്നുള്ളതേ ഉള്ളൂ. അവൻ അല്പം കൂടെ അവൻ സഹിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി അവനക്ക് കഴിക്കാമായിരുന്നു. പക്ഷേ ഇവൻ ആ ഒരു പായസം ചോദിച്ചപ്പോൾ യാക്കോബ് പറയാണ്, നിൻ്റെ ജ്യേഷ്ഠ അവകാശം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിനക്ക് പായസം തരാം എന്ന്. അവൻ പറയാണ്, ഞാൻ മരിക്കാൻ പോകുന്നു, പിന്നെ എന്തിനാണ് എനിക്ക് ഈ ജ്യേഷ്ഠ അവകാശം, നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് അങ്ങനെ സത്യം ചെയ്ത് അവൻ അങ്ങ് വിറ്റുകളയുകയും ചെയ്ത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാമും അങ്ങനെയാണ്. ദൈവസന്നിധിയിൽ നാം ഒരു കാര്യങ്ങൾ നാം കേൾക്കും, അത് നമുക്ക് തലമുറയായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. ആ ഒരു ദൈവം വെച്ചിരിക്കുന്നതാണ് ആ സ്വർഗീയ ഭാഗ്യം. പക്ഷേ ആ സ്വർഗീയ ഭാഗ്യം നമുക്ക് മേന്മയേറിയതായിരിക്കുമ്പോൾ ഈ ലോകപ്രകാരമായിട്ടുള്ള ചെറിയ ജോലി, അല്ലെങ്കിൽ ചെറിയ വരുമാനങ്ങൾ, അല്ലെങ്കിൽ ഒരു ലോൺ, വസ്തുക്കൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈ യേശാവ് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞതുപോലെ നാം നമ്മുടെ ക്രിസ്ത്യാനി എന്നുള്ള പേര് വിറ്റ് കളയുകയാണ്. നമുക്ക് ഇഷ്ടം പോലെ നടക്കുവാൻ, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടുവാൻ, അങ്ങനെ പറഞ്ഞ് നമ്മുടെ ആ ഒരു മതം തന്നെ മാറ്റി പറഞ്ഞ് നമ്മുടെ ആ ഒരു വിശ്വാസ ജീവിതത്തിൽ തന്നെ നാം ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, ഞാൻ ജീവിതത്തിൽ കോളേജിൽ എനിക്കിങ്ങനെ നടക്കാൻ പറ്റത്തില്ല, വീട്ടിലിങ്ങനെ നടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ജോലിസ്ഥലത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് താൻ ക്രിസ്ത്യാനി എന്നുള്ളതിന് ആ ഒരു അവകാശത്തിനെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം തലമുറയെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഒരു ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് തലമുറകളോളം അത് പങ്കിട്ട് വരുന്ന ഒന്നാണ്. അതേ മൂത്ത കുഞ്ഞിന് കിട്ടുന്ന ഒരു അവകാശം, എല്ലാത്തിലും മുതൽ പങ്ക്. പക്ഷേ അതേപോലെ തന്നെ കർത്താവ് നമുക്ക് സ്വർഗരാജ്യത്തിൽ ഒരു ജ്യേഷ്ഠ അവകാശം നമുക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ നാം ജനിക്കുന്നതിന് മുമ്പേ നമുക്കായി ഒരുക്കിയ ഒരു ഭവനം, ആ ഭവനത്തിൽ ചെല്ലുവാൻ താമസങ്ങൾ ഏർപ്പെടുമ്പോൾ വഴിയിലുള്ള ആ ചെറിയ വിശപ്പ്, ചെറിയ പട്ടിണി, അല്ലെങ്കിൽ ജോലിയില്ലായ്മ, കാശില്ലായ്മ, ഇങ്ങനെ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി നാം ആ ഒരു ക്രിസ്തീയ ജീവിതം ത്യജിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഉള്ളതുപോലെ ഈ ലോകത്ത് നടക്കുമ്പോൾ നമുക്ക് നഷ്ടമാക്കി പോകുന്നത് ആ വലിയൊരു അവകാശമാണ്. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദിവസം നാം മാനസാന്തരത്തോട് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാനും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ജ്യേഷ്ഠാവകാശം ആർക്കും നമുക്ക് വിറ്റുകളയാതെ കർത്താവിനോട് കൂടെ ചേർന്ന് കർത്താവിൻ്റെ രാജ്യത്തിലിരുപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, തലമുറകൾ കൊണ്ട് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ഭവനം നമുക്കുണ്ട്. കർത്താവെ, ആ ഒരു ഓട്ടത്തിൽ നാം ഇരിക്കുമ്പോൾ ഈ ലോകപ്രകാരമായിട്ടുള്ള ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ആ സ്വർഗീയ ഭാഗ്യം ഞങ്ങൾ ത്യജിച്ച് കളയാതെ അങ്ങയുടെ രാജ്യത്തിൽ വന്ന് ചേരുവോളം ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.